ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യമേ തന്നെ പറയാണ്, പനി ആയതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ഡിലേ ആയത് കേട്ടോ. അപ്പോൾ കുറച്ച് നാളായി നമ്മൾ തമ്മിൽ കണ്ടിട്ടല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഹോം മെയ്ഡ് പിക്കിൾ റെസിപ്പിയും അതുപോലെ തന്നെ ക്ലീനിങ് ആൻഡ് ഓർഗനൈസിങ്ങും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അമ്പഴങ്ങ പിക്കിളാണ്. അപ്പോൾ ഇത് വീട്ടിലുണ്ടായ അമ്പഴങ്ങയാണ് കേട്ടോ. ഇതിൽ കുറച്ച് കുരുവായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് റൗണ്ടായിട്ടോ സ്ലൈസായിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിന്നൊരു ഹോം മെയ്ഡ് ഈസി പിക്കിൾ റെസിപ്പിയാണ് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് പുറത്ത് വെച്ച് തന്നെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാം, കേടൊന്നും ആവില്ല. പക്ഷേ പിക്കിൾ ഇടുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒന്നിലും വെള്ളത്തിൻ്റെ അംശം പാടില്ല. അത് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് ഈ കട്ട് ചെയ്ത് വെച്ച എല്ലാ അമ്പഴങ്ങയുടെ പീസസും ഞാൻ ഒരു ബോക്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഗ്ലാസിൻ്റെ ബൗളുണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റിന് മാത്രമാണ് ഉപ്പ്. നിങ്ങൾക്ക് അച്ചാറിന് പൊതുവേ പുളിയുടെ അംശമായിരിക്കുമല്ലോ കൂടുതൽ. അതുപോലെ ഒരു 100 ഗ്രാംസ് പിക്കിൾ പൗഡറും ഒരു 50 ഗ്രാംസ് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, എല്ലാ ഭാഗത്തേക്കും ഇതാവുന്ന പോലെ. അപ്പോൾ വേണമെങ്കിൽ വേറൊരു ബൗളിൽ ഇട്ടിട്ട് നിങ്ങൾക്കിത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബോട്ടിൽ ഫില്ല് ചെയ്ത് വേണമെങ്കിൽ വെക്കാം കേട്ടോ. അതുപോലെ തന്നെ ഞാനൊരു 2 കപ്സ് വിനീഗർ കൂടെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 1-1.5 kg ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ വിനീഗറും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 250 ml ആഡ് ചെയ്തിട്ടുണ്ട് വിനീഗർ. അപ്പോൾ ഇതിൽ കൂടുതൽ വേണം, നിങ്ങൾക്ക് ഗ്രേവി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3 days അല്ലെങ്കിൽ 1 week വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഉപ്പും മുളകൊക്കെ പിടിച്ച് വരും. അപ്പോൾ നമുക്ക് 3 days കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാം. ഇപ്പോൾ നമുക്ക് റമദാൻ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഏകദേശം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇതൊരു ക്വിക്ക് ക്ലീനിങ് ആണ്. അപ്പോൾ ഇനി വിൻഡോസും ബാക്കി സ്ഥലങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ഞാൻ മുമ്പ് ഇവിടെ പാലക്കാട് ബിഗ് ബസാർ ഉണ്ടായിരുന്നപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടത്, നമ്മൾ സാധാരണ ഈ മുകളിലെ വിൻഡോസിലൊക്കെ പൊടിയുണ്ട് അല്ലെങ്കിൽ ഷെൽഫുകളിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വാക്വം ക്ലീനർ അല്ലാതെ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല യൂസ്ഫുള്ളാണിത് ഈ പ്രോഡക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ആമസോണിൽ ഇതുപോലത്തെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ജസ്റ്റ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ വിൻഡോസൊക്കെ ഏകദേശം ക്ലീൻ ചെയ്ത് പൊടിയൊക്കെ നല്ലപോലെ പോകുന്നുണ്ട്. അതുപോലെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് ഡൈല്യൂട്ട് ചെയ്ത ലൈസോളോ അല്ലെങ്കിൽ എന്താ പറയുക ഡിഷ് സോപ്പോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങളിതുപോലെ ഒരു തുണി വെച്ചിട്ട് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്ലീനായി കിട്ടും. അപ്പോൾ ഈ വിൻഡോസ് എല്ലാം ക്ലീൻ ചെയ്ത് തുറന്ന് വെക്കണം കുറച്ച് നേരം. അപ്പോൾ ഞാൻ കുറച്ച് നേരം തുറന്നൊക്കെ വെച്ച് അത് ഡ്രൈ ആയതിന് ശേഷമാണ്. അതുപോലെ ഡോറുകൾ ഇതെല്ലാം ക്ലീൻ ചെയ്തത്. ഇതിലൊക്കെ പൊടി, ഇവിടെ പൊതുവെ പൊടി കൂടുതലാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഏകദേശം വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ TV യൂണിറ്റ് കൂടെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ TV യൂണിറ്റ് ഒരു 2 days കൂടുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ഭയങ്കര ഡസ്റ്റാണ്. അപ്പോൾ ഇത് ഞാനൊരു 2-3 days മുമ്പേ ക്ലീൻ ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര പൊടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും കുറേ നാളായി ഇത് ക്ലീൻ ചെയ്തിട്ടെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ പൊടി ഭയങ്കര കൂടുതലായതുകൊണ്ട്, ഇത് ബ്ലാക്കും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്.
അപ്പോൾ റമദാന് മുമ്പ് എപ്പോഴും ഒരു ക്വിക്ക് ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡീപ്പ് ക്ലീനിങ് ഒരു 10 days ബിഫോർ ചെയ്യുകയാണെങ്കിലും ഒരു 2 days ബിഫോർ ഒരു ക്വിക്ക് ക്ലീനിങ് എല്ലാം അവിടെ ഒന്ന് ഓവറോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വളരെ നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കേർട്ടൻസൊക്കെ വാഷ് ചെയ്തിട്ടിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കേർട്ടൻസ് പൊതുവേ വാഷ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ അതിലിട്ടിട്ട് നമ്മൾ ഫാൻ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ തന്നെ ഡ്രൈ ആവും കേട്ടോ. ഞാനങ്ങനെ ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ വെയിലത്തിട്ട് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ജനലുകളും വാതിലുകളൊക്കെ ഒന്ന് തുറന്ന് വെച്ചാൽ മാത്രം മതി, ആ കാറ്റ് കൊണ്ട് തന്നെ ഉണങ്ങിക്കോളും. അപ്പോൾ ഞാൻ എല്ലാ കേർട്ടൻസും ഞാനിട്ട് ഏകദേശം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ സോഫ എല്ലാം അറേഞ്ച് ചെയ്തു, എല്ലാം ക്ലീൻ ആയിട്ട് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ ഏകദേശം എല്ലാ ഭാഗവും ഞാൻ ഓവറോൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആവും എന്നുള്ളതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ പിക്കിൾ ഏകദേശം ഒരു 3 days കഴിഞ്ഞപ്പോൾ അതിങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിന് വറവിടാം. അപ്പോൾ ഞാനിവിടെ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 1.5 kg എന്ന് പറഞ്ഞാൽ ഒരു 200 ml അല്ലെങ്കിൽ ഒരു 250 ml നല്ലെണ്ണ എടുക്കാം. ആ മോൾ ഭാഗം ഫില്ലായിട്ട് നിൽക്കണ പോലെ വേണം എണ്ണ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് കൂടുതലായിരിക്കുന്നത്, പക്ഷെ കൂടുതലൊന്നും അല്ല കേട്ടോ, അത് കറക്റ്റായി വരും. അപ്പോൾ ആ പിക്കിളിൽ ആ ഓയിലൊക്കെ ഇങ്ങനെ എന്താ പറയുക മേർജ് ചെയ്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനതിൽ കുറച്ച് കറിവേപ്പിലയും കുറച്ച് കടുകും മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ എണ്ണ നന്നായി ചൂടായപ്പോൾ കടുക് ആഡ് ചെയ്തു, കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പിക്കിളിലോട്ട് ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പിക്കിൾസ് എപ്പോഴും ഒരു 1 monthന് ശേഷം യൂസ് ചെയ്യുകയാണെങ്കിലാണ് അതിൻ്റെ റിയൽ ടേസ്റ്റ് വരിക. അപ്പോൾ ഈ സിമ്പിൾ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഒരുപാട് കാലം സൂക്ഷിക്കാവുന്നൊരു പിക്കിളാണ്. ഇതിൽ മെയിനായിട്ട് നമ്മൾ പിക്കിൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം ഒട്ടും പാടില്ല. അത് നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്പൂണാണെങ്കിലും ബോട്ടിലാണെങ്കിലും യൂസ് ചെയ്യുന്ന മാംഗോ ആണെങ്കിലും ഏതാണെങ്കിലും ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തുടർന്നുള്ള വീഡിയോസും കാണാൻ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ബൈ.